സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിയ തിരുപ്പിറവിയെ നക്ഷത്രത്തിലക്കത്തോടെയാണ് നമ്മുടെ വിശ്വാസികൾ വരവേറ്റത്. പള്ളികളിൽ പാതിരാ കുർബാനകൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കടിഞ്ഞ് തിരുവനന്തപുരം ലോർഡ് ഫെറേനോ പള്ളിയിൽ തിരുനാൾ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുകയാണ്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത മെട്രോപോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു. താമരശ്ശേരി മേരിമാത കത്തീഡ്രൽ പള്ളിയിൽ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലും കോഴിക്കോട് ദേവമാത കത്തീഡ്രൽ പള്ളിയിൽ പാതിരാ കുർബാനയ്ക്ക് വർഗീസ് ചക്കാലക്കൽ പിതാവും കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ ഭൂമിയിൽ പാകി മാനവ ഹൃദയങ്ങളിൽ സന്തോഷം നിറയാൻ ഈ ക്രിസ്മസ് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് once again Merry Christmas. ശരി, അപ്പോൾ വിവരങ്ങളുമായിട്ട് നമ്മുടെ പ്രതിനിധികൾ എല്ലായിടത്തുമുണ്ട്. കെബിൻ കെന്നഡി ഉണ്ട്, ആഷിഖ് റഹ്മാൻ ഉണ്ട്, VS അനുരാഗ് ഉണ്ട്. അപ്പോൾ ആദ്യം കെബിൻ കെന്നഡിയിലേക്ക് പോവുകയാണ്. കെബിൻ, അങ്ങനെ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം ഇപ്പോൾ പ്രാർത്ഥനാമുഖരിതമാണ്. കുർബാനകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്തൊരു ക്രിസ്മസ് ദിനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? കെബിൻ എവിടെയാണ്? ലക്ഷ്മി, സ്നേഹ സന്ദേശവുമായി മധ്യ കേരളത്തിലെ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകൾ അല്പസമയത്തിനകം ആരംഭിക്കും. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിൻ്റെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ക്രൈസ്തവർ ഈ ക്രിസ്മസ് രാവിനെ എതിരേൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി, അതായത് കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. ഇവിടെ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാകും ഈ ക്രിസ്മസ് പാതിരാ കുർബാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക. അതായത് ഇത് അല്പസമയങ്ങൾക്കകം തന്നെ മധ്യ കേരളത്തിലെ എല്ലാ ദേവാലയങ്ങളിലും ഇത്തരത്തിൽ കുർബാനകൾ ആരംഭിക്കും. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തൃശ്ശൂർ അതിരൂപതയിലെ പാലൂർ മാർത്തോമ മേജർ എക്കിപ്പോൽ ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തിക്കടുത്താനം സെൻറ്റ് സേവിയർ ഫെറോണ ദേവാലയത്തിൽ 11:30 തന്നെ ഈ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. അതേപോലെ കരിങ്ങാച്ചിറ കത്തീഡ്രൽ ജനപ്പെരുന്നാൾ ശുശ്രൂഷകൾ ജോസഫ് മോർ ഗ്രിഗോറിയോസ് അതിൻ്റെ കാർമ്മികത്വം നൽകും, ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നൽകും. ഏതായാലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ക്രിസ്മസ് രാവിൽ ക്രിസ്തുദേവൻ്റെ പിറവിക്കായിട്ട് ഇവിടെ മധ്യ കേരളത്തിലുള്ള അല്ലെങ്കിൽ കൊച്ചിയിലുള്ള മധ്യ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിലേക്ക് മറ്റ് പ്രാർത്ഥന നിർഭരമായ ഒരു സാഹചര്യത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ വൈകുന്നേരം 6 മണിയോടെ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇപ്പോൾ 11:30 മണിയോട് തന്നെ മുഴുവൻ ദേവാലയങ്ങളിലും, അതിനുശേഷം 2 മണിക്കും രാവിലെ ഉൾപ്പെടെയുള്ള സമയങ്ങളിലും ഉൾപ്പെടെ ഇവിടെ ദേവാലയങ്ങൾ കുർബാനകൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ പള്ളി കൊച്ചിയിലാണ്. ഇവിടെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ 11:30 തന്നെ ഇവിടുത്തെ കുർബാനകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സേതുലക്ഷ്മി, ഏവർക്കും ന്യൂസ് മലയാളത്തിന്റെ ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് മലയാളം, ദി അൾട്ടിമേറ്റ് മലയാളം ന്യൂസ് ചാനൽ.